അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അസാം മുഷായിൽ പ്യൂർ ഹേർട്സ് മോഡൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഒരു ചെറു വൈറസ് ഒറ്റയടിക്ക് നിശ്ചലമാക്കി. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിതെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുവിലുള്ള തൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും അവനോട് പ്രാർത്ഥിക്കുകയും ഖേദിച്ചു മടങ്ങുകയും വേണ്ടതിൻ്റെ ആവശ്യകത പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിവസല്ലമയുടെ ജീവിതത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട അയ്യൂബ് നബി അലൈഹിവസല്ലമയുടെ പേര് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം സമ്പത്തും അടിമകളും ഭൂമിയും ഉള്ള അതിസമ്പന്നനായിരുന്നു അദ്ദേഹം. ധാരാളം മക്കളും കുടുംബക്കാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെയും നഷ്ടപ്പെട്ടു. ഒടുവിൽ മാറാൻ രോഗത്താൽ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. രോഗം പിടിപെടാത്തതായി ഹൃദയവും നാവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബന്ധുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. നാട്ടിൽ നിന്ന് പുറത്താക്കി. സ്നേഹവും ദയയുമുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ആ മഹതി വീടുകളിൽ വേല ചെയ്ത് അദ്ദേഹത്തിന് ഭക്ഷണവും മരുന്നിനും ഉള്ളത് കണ്ടെത്തി. ധനവും മക്കളും നഷ്ടപ്പെട്ടതിൽ അവർ ക്ഷമിക്കുകയും ഭർത്താവിനെ സേവിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അയ്യൂബ് നബി അലൈഹിവസല്ലം വർഷങ്ങളോളം രോഗപീഠയിൽ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിൽ വേദന തോന്നിയ ആ മഹതി ഒരിക്കൽ നബിയോട് ചോദിച്ചു, അങ്ങേക്ക് ഈ രോഗം ഭേദമാവാൻ റബ്ബിനോട് ദുആ ചെയ്തൂടെ? അപ്പോ നബി അവരോട് പറഞ്ഞു, ഞാൻ 70 വർഷം ആരോഗ്യവാനായി ജീവിച്ചില്ലേ? വെറും 7 വർഷം ക്ഷമിക്കാൻ കഴിയുന്നില്ലെന്ന് എൻ്റെ റബ്ബിനോട് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നീ സംശയാലുവാണ്. ഞാൻ ആരോഗ്യവാനായി വരുന്ന പക്ഷം നിന്നെ ചാട്ട കൊണ്ട് 100 അടി അടിക്കുമെന്ന് അള്ളാഹുവിൽ ശപഥം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിനോട് പരാതിപ്പെട്ടില്ല. പകരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ദുരിതം എന്നെ പിടികൂടിയിരിക്കുന്നു. നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ഈ ആയത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാം. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൽ സ്വാദ് 42-ൽ അള്ളാഹു ഇത് പറഞ്ഞു, താങ്കളുടെ പാദം മണ്ണിൽ തൊടുക. ഇതാ ശീതളമായ സ്നാനജലവും പാനജലവും. ആ വെള്ളത്തിൽ കുളിച്ച അദ്ദേഹത്തിന്റെ രോഗം മാറി. നഷ്ടപ്പെട്ട മക്കളും ബന്ധുക്കളും അതിൽ കൂടുതൽ അള്ളാഹു നൽകി. സൂറത്തുൽ അംബിയായിൽ തന്നെ 84-ൽ ഇത് കാണാം. ഭാര്യയെ ചാട്ട കൊണ്ട് അടിക്കുമെന്ന നബിയുടെ ശപഥം പൂർത്തിയാക്കാൻ അള്ളാഹു ബോധനം നൽകി. ഒരു പിടി ഉണക്കപ്പുല്ലെടുത്ത് അതുകൊണ്ട് അടിക്കുക, സത്യം ചെയ്തത് ലംഘിക്കാതിരിക്കുക. സൂറത്തു സ്വാദ് 44-ലാണ് ഇത് പറയുന്നത്. ശേഷം 93 വയസ്സുവരെ നബി റോമിൽ ജീവിക്കുകയും 93-ൽ വഫാത്താവുകയും ചെയ്തു. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിലെ എങ്ങനെ നേരിടണം എന്നതിലുള്ള മഹനീയ ഉദാഹരണമാണ് അയ്യൂബ് നബിയുടെ ചരിത്രം. ഈ അവസരത്തിൽ നമുക്ക് ഈ കഥ പ്രചോദനമാവട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.